ചെറിയ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണമായിട്ട് മുറിച്ചതാണ്. കുമ്പളങ്ങ വേണം, പയർ, ചേന, ഇത് ചേമ്പിൻ്റെ തണ്ടാണ്, ഇത് കായ, ക്യാരറ്റ്, കായപ്പക്കയുടെ ഒരു ചെറിയ കഷ്ണം, മുരിങ്ങക്കായ. ഇത്രയാണ് ഇതിക്ക് വേണ്ട സാധനങ്ങൾ. ഇതിനി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം കൂടി അതിലേക്ക് ഇടുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. ഇതിൽ അധികം വെള്ളം പാരാൻ പാടില്ല, ഒരു ലേശം വെള്ളം ഒഴിക്കുക. ഇതൊന്ന് കുടയുക നന്നായിട്ട്, എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയൊക്കെ എത്താൻ വേണ്ടിയിട്ട്. ഉപ്പ് ഇതിലിട്ടിട്ടില്ല, വേവ് കഷ്ണങ്ങൾ എല്ലാ കഷ്ണങ്ങളും കൂടി ആയതുകൊണ്ട് ഒന്നും കൂടെ ആയതിനു ശേഷം ഉപ്പിടും. തേങ്ങ ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നന്നായിട്ട് അരയ്ക്കേണ്ട, ഞാനത് കാണിച്ചു തരാം അരയ്ക്കുന്നതിന് ശേഷം. ഇത് ഒരു 5-6 പച്ചമുളകും ഒരു നുള്ളു ജീരകം ആവശ്യമുള്ളൂ, പിന്നെ ഒരു കുറച്ച് കറിവേപ്പില, ഇത്രയും വെച്ചിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം. സമയത്ത് നമുക്ക് ഉപ്പിടാം, കാരണം ചേനയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി ഇതായാൽ മതി. ഇതുണ്ടോ, പകുതി വേവായിട്ടുണ്ട്, ഒന്നും കൂടി വെന്ത് തന്നെ. ഇത് തേങ്ങ ഇപ്പോൾ ചതച്ച് വെച്ചതാണ്. കറിവേപ്പിലയും പച്ചമുളകും നുള്ളു ജീരകവും ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ ചതച്ച് വെച്ച തേങ്ങയാണത്. ഇനി തൈരും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിക്കാം. നോക്കിയിട്ട് പുളി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 2-3-4 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. സ്പൂണല്ല, അങ്ങനെ വലിയൊരു കയ്യിൽ. ഇതിലേക്ക് തേങ്ങ ചതച്ചത് ഇടാൻ പോവാണ്. ഉപ്പ് ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറച്ച് കുറവുണ്ട്, ലേശം ഉപ്പിടാം. ഇതൊന്ന് ഒന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ലേശം നേരം അരച്ച് വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് വയ്ക്കാം. ഇതിന് ഈ വലിയ കയ്യിലിന് രണ്ട് കയ്യിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2 തണ്ട് വേപ്പിലയും ഇടുക. നമ്മുടെ അവിയൽ റെഡി ആയിരിക്കുകയാണ്. ഇനി ലേശം നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ റെഡി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും സാവ്സിൻ്റെ ഈ അവിയലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഇതുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ നെക്സ്റ്റ് വേറൊരു ഓണവിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ബായ്.